ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി ആട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് എനിക്ക് കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിച്ചതിന് ഒരു കാരണം, ഒന്നാമത്തെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അത് മാത്രമല്ല, കുറച്ചാൾ കഴിയുമ്പോൾ അവളിത് കാണുമ്പോൾ ഒരു മെമ്മറിയൊക്കെ ആവുമല്ലോ. നമുക്കിതൊരു സൂക്ഷിച്ച് വെക്കാൻ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ പിന്നെയും കാണാൻ പറ്റുന്ന ഒരു മെമ്മറി പോലെ ഈ വീഡിയോ ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാട്ടോ. അപ്പോൾ 18/8/2022 എൻ്റെ LMP. ആ ടൈമിൽ എൻ്റെ മൂത്ത മോന് 1.25 വയസ്സായിരുന്നു. അവൻ കുഞ്ഞായിരുന്നു. ബ്രസ്റ്റ് ഫീഡ് ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും എനിക്കൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടാമത്തേന് എനിക്ക് വയറുവേദന അങ്ങനെയുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറിയാൻ തുടങ്ങിയിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് എനിക്ക് പീരിയഡ്സ് ആവാനുള്ള പെയിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പീരിയഡ്സ് ആവാതായപ്പോൾ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഓക്കെയാണ്, പോസിറ്റീവാണ് കാണിച്ചത്. പിന്നെ അധികം വൈകിച്ചില്ല, 2 ദിവസത്തിനുള്ളിൽ തന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആകെ കുറച്ച് ആഴ്ച ആയിട്ടുള്ളൂ, നമുക്കിപ്പോൾ സ്കാൻ ചെയ്യാൻ പറ്റില്ല, സ്കാൻ ചെയ്താൽ തന്നെ അത് ഒന്നും അറിയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് 2 ആഴ്ച വെയിറ്റ് ചെയ്യണം. പക്ഷെ നമുക്കിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് എടുക്കാനുണ്ടായ ബ്ലഡ് ടെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചത്. ആദ്യത്തെ ഡെലിവറിക്ക് എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ കുഞ്ഞുണ്ടായതിന് ശേഷം അതിൻ്റെ മെഡിസിൻസ് എടുക്കേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഷുഗർ എന്ന് പറഞ്ഞ വില്ലൻ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. എന്താ പറയുക, എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഞാൻ പോലും അറിയാണ്ട് വന്നതാണ്. ആ ടൈമിൽ ഡോക്ടർ പറഞ്ഞത് പ്രഗ്നൻസി പീരീഡിൽ വന്ന ഷുഗറായിട്ട് നമുക്കിത് ഒരിക്കലും എടുക്കാൻ പറ്റില്ല. കാരണം അതിക്ക് മുമ്പേ ഒരു 4-5 ആഴ്ച ആയപ്പോഴേ ഷുഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ നമുക്ക് വന്ന ഒരു ഷുഗറാണ്, ബോഡിയിലുള്ള ഷുഗറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നും കൂടി നോക്കിയിട്ട് എന്താണെന്ന് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. സ്കാനിങ്ങിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഷുഗറിൻ്റെ ലെവലുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഡയറ്റീഷ്യൻ എന്തായാലും റെഫർ ചെയ്യണം, കാരണം ഡയറ്റ് ചെയ്തിട്ട് നമുക്കിത് മാറ്റാൻ നോക്കാം, അതല്ലെങ്കിൽ മെഡിസിൻസ് എടുത്ത് തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഡയറ്റീഷ്യനെ കണ്ടു. ഡയറ്റീഷ്യൻ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ എഴുതി തന്നു. ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മരുന്ന് കഴിക്കേണ്ട വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കറക്റ്റായിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ അതേ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചസാര തീർത്തും, അതായത് ഒരു മധുരമുള്ള ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലെ ഞാൻ കെയർ ചെയ്തിട്ട് ഷുഗർ മാറ്റിയെടുത്ത ആളാട്ടോ. അങ്ങനെ അതൊന്നും വലിയ കുഴപ്പമില്ലാണ്ട് പോയ ടൈമിലായിരുന്നു എനിക്ക് പെട്ടെന്നൊരു വയറുവേദന ഒന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. എനിക്ക് ഒട്ടും പറ്റണില്ല. അവർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലാണ്, സ്കാനിങ് സെൻറ്റർ. സ്കാനിങ്ങിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ അതിൻ്റെ ടൈം കഴിഞ്ഞു, അടച്ചു പോയി എന്ന് നമ്മൾ അറിയണത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ നമുക്ക് ഇനി വേറെ ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു വയറുവേദനയായിട്ട് വന്നല്ലേ, അപ്പോൾ ഒട്ടും പറ്റില്ല, പുറത്ത് എവിടെയെങ്കിലും പോയി ചെയ്തോളാം പറഞ്ഞു. നേരെ പുറത്ത് പോയി സ്കാനിങ് എടുത്തു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈൽഡായിട്ട് ഒരു അപ്പൻഡിക്സിൻ്റെ ഇത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനത് അത്ര വലിയ കാര്യമാക്കിയില്ല. ഡോക്ടർക്ക് ഞാൻ സ്കാനിങ് റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നേര്, കാരണം ഇതിങ്ങനെ കാണിക്കണുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും, ഏത് ലെവലിലാണ് നിൽക്കണമെന്ന് നമുക്ക് നോക്കേണ്ട, ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ അവർ നേരെ എന്നെ സർജൻ്റെ അടുത്തേക്ക് വിട്ടത്. സർജൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇതൊരു മൈൽഡായിട്ടാണ് കാണിക്കുന്നത്, ഒരാഴ്ച നമുക്ക് മെഡിസിൻ എടുത്ത് നോക്കാം, വേദനകളോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതല്ല വേദന അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് സർജറി ചെയ്യേണ്ടി വരും, ഇത് അബോർഷനാക്കി കളയേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് രാത്രി ഫുൾ ഞാൻ കരഞ്ഞു കേട്ടോ. കരഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു എന്താ പറയുക, ഒരു ധൈര്യം കിട്ടി. കാരണം നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് എന്തായാലും ആ കുഞ്ഞിനെ കിട്ടും, അത് എത്ര വലിയ സാഹചര്യമായാലും നമുക്ക് കിട്ടും, ഒരു പോറൽ പോലും ഇല്ലാണ്ട്. അതല്ല വിധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതിനെ നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ധൈര്യം കിട്ടി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയട്ടെ, ഒരാഴ്ചയിലൊന്നും എനിക്ക് ഒരു പെയിൻ പോലും ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിനൊന്നുമില്ലല്ലോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് 3-ാം മാസത്തിലെ സ്കാനിങ്ങിന് ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ NT സ്കാൻ എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് 3-ാം മാസത്തിൽ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്യണമല്ലോ, ഡബിൾ മാർക്കർ. ആ സമയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഷുഗർ നേരത്തെ കൂട്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേടിച്ചാണ് സ്കാൻ ചെയ്ത്. സ്കാനിങ്ങിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് എടുത്ത് കൊടുത്തു. പക്ഷേ റിസൾട്ട് കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ പിടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറയാണ് ഹോസ്പിറ്റലിലേക്ക് വരണം, റിസൾട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നേരെ പേടിച്ചിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറൊന്നും ഒരു പ്രശ്നമില്ല, പേടിക്കേണ്ട. പക്ഷേ 5-ാം മാസത്തിൽ അനോമലി സ്കാൻ ചെയ്യുന്ന ടൈമിൽ 4D സ്കാൻ ചെയ്യണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ അത് പുറത്ത് ചെയ്യണം. അത് മാത്രമല്ല ഡോക്ടർ ഇവിടുന്ന് മാറിപ്പോവാണെന്നും കൂടി എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ തീർത്തും കാണണം എന്ന് വിചാരിച്ച ഒരാളാണ്. ഫസ്റ്റ് ഡെലിവറി നടന്നതും അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഡോക്ടർ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മൈൻഡിൽ അവിടെ നിൽക്കണം, അവിടെ കാണിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ വേറെ ഹോസ്പിറ്റൽ മാറാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. നേരെ ഞങ്ങൾ വേറെ ഹോസ്പിറ്റൽ അന്വേഷിച്ചു. അങ്ങനെ അങ്കമാലി തന്നെയുള്ള വേറൊരു ഹോസ്പിറ്റൽ, ഞാൻ പേരൊന്നും പറയണില്ല, ഹോസ്പിറ്റലിലേക്ക് മാറി കണ്ടു. പക്ഷെ അവിടെ കണ്ടിട്ടും എനിക്ക് യാതൊരുവിധ സംതൃപ്തി ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോവാ തിരിച്ചു വരാം, എനിക്ക് ഒരു എന്താ പറയുക, അവരായിട്ടൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. എനിക്ക് അവിടേക്ക് പോകണ്ട എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു. അങ്ങനെ എനിക്ക് 6-ാം മാസത്തിൽ 5 മാസം വരെ ഒരു കുഴപ്പമില്ലാണ്ട് പോയി. 6-ാം മാസത്തിൽ
വയറുവേദന എന്ന് പറഞ്ഞ വില്ലൻ വീണ്ടും വരാണ്. ഇപ്രാവശ്യം എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ്, ഭയങ്കര വയറുവേദന. ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ എല്ലാവരുടെയും ഒരു ഭാഗവും എന്നോട് പറയണതും ഇതെല്ലാവർക്കും സാധാരണയായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ, പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവും, നിനക്ക് മാത്രമല്ലല്ലോ എന്നുള്ളൊരു ചിന്ത എനിക്കും തോന്നി തുടങ്ങി. എനിക്ക് എന്തോ പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്തോ ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് ഈ വേദനയ്ക്ക് എനിക്ക് വലിയതായിട്ട് തോന്നണേ. ഞാൻ അത്യാവശ്യം പെയിൻ സഹിക്കുന്ന ഒരാളാണ്. എന്നിട്ട് കൂടി എനിക്കിത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടറെ കാണിച്ചപ്പോൾ ആദ്യം പറഞ്ഞു യൂറിനറി ഇൻഫെക്ഷൻ ആണ്, അതുകൊണ്ട് കിടത്തണം എന്ന് പറഞ്ഞു. 2 ദിവസം കിടത്തി. അതിനുശേഷം പിന്നെയും എനിക്ക് ഈ പെയിൻ തന്നെ വന്ന് ഞാൻ പിന്നെയും ഹോസ്പിറ്റലിൽ പോകും, സ്കാൻ ചെയ്ത് നോക്കും, യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെയും ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു. വേദന വന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാമെന്ന് പറഞ്ഞാൽ ഒട്ടും പറ്റുന്നില്ല, അതുപോലത്തെ വേദന. ഞാനിപ്പോൾ എൻ്റെ വിചാരം ഇപ്പോൾ പ്രസവിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഡെലിവറി ആയി പോകും, എൻ്റെ ഫസ്റ്റത്തെ സിസേറിയൻ ആണെങ്കിൽ കൂടി എൻ്റെ വിചാരം മൊത്തം അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ലേബർ പെയിൻ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, വെയിറ്റ് ഉള്ളത് എടുക്കരുത്, ഒരുപാട് സൂക്ഷിക്കണം. ആദ്യത്തെ സിസേറിയൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തത് അങ്ങനെ നോർമൽ ആവണ ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കുഞ്ഞിന് വെയിറ്റ് ഒന്നും ആവാത്തതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയെന്നും വരില്ല. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം, മൂത്ത കുഞ്ഞിനെ എടുക്കരുതെന്നൊക്കെ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതുപോലെ തന്നെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ PV ചെയ്ത് നോക്കിയപ്പോൾ സെർവിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്, എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് മെഡിസിൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ മെഡിസിൻസിൻ്റെ ബലത്തിലാണ് ഞാൻ അതിങ്ങനെ നീട്ടി ഒരാഴ്ച മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട്. അങ്ങനെ ഒരു 7.5-8 മാസമായി കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റൽ മാറാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആ ഹോസ്പിറ്റൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞാനിങ്ങനെ ഹോസ്പിറ്റൽ മാറിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് കറക്റ്റായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അത് ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ കാണിച്ചതും അതിൻ്റെ ബില്ലുകൾ, കാര്യങ്ങൾ, അവർക്ക് ചിലവായ കാര്യങ്ങൾ, അവിടുത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അവർക്ക് കമൻറ്റ് ഇട്ടു, നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടെങ്കിൽ എന്നോട് പറയണം എന്ന് പറഞ്ഞു. അവരപ്പം തന്നെ അതിന് റിപ്ലൈ തന്നു. ഞാൻ ആ ചേട്ടന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ നല്ല ഹോസ്പിറ്റലാണ്, കുഴപ്പമൊന്നുമില്ല, അവർ കണ്ട ഡോക്ടറെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഞാനൊരു 8 മാസത്തിലാണ് പോകുന്നത്, അങ്ങനെ പോയാൽ നമ്മളെ അവർ സ്വീകരിച്ചാൽ തന്നെ നമ്മളോട് അവർക്ക് ആ ഒരു രീതിയിലായിരിക്കും പെരുമാറണമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു അവർ 9-ാം മാസത്തിൽ, അതായത് ലാസ്റ്റത്തെ ആഴ്ചകളിലാണ് അവർ ഡോക്ടറെ കണ്ടത്, അവർക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. വീട്ടുകാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ ആകെ പറഞ്ഞത് ഇനി ഹോസ്പിറ്റൽ മാറേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ സമയങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇപ്പോൾ കാണുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കോലഞ്ചേരി, ആ ഹോസ്പിറ്റലാണ് പോണത്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്, അതുകൊണ്ട് തന്നെ ആലോചിച്ച് വേണം തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ അവിടെ ചെന്ന് ആ ഡോക്ടറെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞിട്ട് ഇറങ്ങി. എനിക്ക് ആ ഹോസ്പിറ്റൽ ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ കാണുള്ളൂ, ഇവിടെ എൻ്റെ ഡെലിവറി നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ തന്നെ എനിക്ക് വയറുവേദനയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കണുണ്ടായിരുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരൊന്ന് വെയിറ്റിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കണം, ഫുഡൊക്കെ എനിക്ക് ഫുഡ് ചാർട്ടൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാനിങ് ചെന്നപ്പോൾ വീണ്ടും വെയിറ്റ് ഒന്നും കൂടിയിട്ടില്ല. അപ്പോൾ അവർ വീണ്ടും എനിക്ക് പ്രോട്ടീൻ പൗഡർ തന്നെ കഴിക്കാൻ പറഞ്ഞു, നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് പിന്നെയും ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വയറുവേദന ഭയങ്കരമായിട്ടുണ്ട് ആ സമയത്ത്, എനിക്ക് ഒട്ടും പറ്റണില്ല, പക്ഷെ ഞാൻ കുഞ്ഞിനെ നമുക്ക് ആരോഗ്യത്തോടെ കിട്ടണമല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടണമല്ലോ, ആ ഒറ്റ കാരണത്തിൽ ഞാൻ അങ്ങനെ ഇതെങ്ങനെയെങ്കിലും മുന്നോട്ട് പോട്ടെ, പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിനെ NICUയിൽ ഇടേണ്ടവരും, അങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ്. അപ്പോൾ ഞാൻ പകുതി വേദന കടിച്ചു പിടിക്കും, ആരോടും പറയൊന്നുമില്ല. അങ്ങനെ മുന്നോട്ട് പോയി. ഡോക്ടർ പറഞ്ഞു നമുക്ക് ഫിക്സ് ചെയ്യാം, അതായത് മെയ് മാസം 25-ാം തീയതിയാണ് എൻ്റെ ഡേറ്റ് തന്നത്. മെയ് 2-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു ഫിക്സ് ചെയ്യാം, നമുക്ക് 12-ാം തീയതിയിലേക്ക് ഫിക്സ് ചെയ്യാം, 11-ാം തീയതി വന്ന് അഡ്മിറ്റ് ആവാം, 12-ാം തീയതി നമുക്ക് സിസേറിയൻ ചെയ്യാം. അപ്പോൾ ഞാൻ VBAC ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ VBACനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവർ പറഞ്ഞു ഉറപ്പായിട്ട് നമുക്ക് VBAC ചെയ്യാം, കാരണം ഒരുപാട് പേര് അങ്ങനെ നടന്നിട്ടുണ്ട്, സിസേറിയന് ശേഷം നോർമൽ ഡെലിവറി നടന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോക്കാം, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മരുന്ന് വയ്ക്കാൻ പറ്റില്ല, നോർമലി പെയിൻ വരണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അങ്ങനെ വിചാരിച്ചൊക്കെ ഇരുന്നേ. പക്ഷെ പോയി വന്നതിന് ശേഷം തൊട്ട് എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ട്. അങ്ങനെ 2-ാം തീയതി കഴിഞ്ഞു. 3-ാം തീയതി ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര പെയിനാണ്. ഉച്ചയ്ക്കൊന്നും ഞാൻ ഫുഡ് കഴിക്കണില്ല, വൈകിട്ട് ചായ കുടിക്കണില്ല, രാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറൊന്നും തിന്നണില്ല. അപ്പം എൻ്റെ വിചാരം ഞാൻ 2-ാം തീയതി പോയിട്ട് വന്നുള്ളൂ, ഇനിയും പോകണം എങ്ങനെയാണ്, ഇനിയും ഡേറ്റ് എടുക്കാമല്ലോ ഒരാഴ്ച, ഇതൊന്നും ആരോടും പറയണ്ടാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് 4-ാം തീയതി രാവിലെ ആയപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മുഖമൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അമ്മ പപ്പേനെ വിളിച്ച് പറഞ്ഞു. പപ്പ വേഗം വന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കാന്ന് പറഞ്ഞത് അമ്മയുടെ അമ്മയായിരുന്നു. അപ്പം അമ്മേനെ വിളിച്ച് പറഞ്ഞു, പുള്ളിക്കാരത്തി അവിടെ റെഡി ആയി നിന്നു. ഞങ്ങൾ നേരെ പോയി അമ്മേനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു. നേരെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ പേടി. മോജുനാണെങ്കിൽ 2 വയസ്സാവാൻ പോകുള്ളൂ, അവൻ്റെ ആ ഒരു ഇത് അവൻ ഇവരെ ബുദ്ധിമുട്ടിക്കുമോ, അങ്ങനെയൊക്കെ ആയിരുന്നു ടെൻഷനും കാര്യങ്ങളും. പിന്നെ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടാവോ, അങ്ങനെ കുറേ ടെൻഷൻ. ഏറ്റവും ലാസ്റ്റ് അവിടുത്തെ കുറേ ജൂനിയർ ഡോക്ടർമാരൊക്കെ ഡോക്ടർ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നിട്ട് നമ്മുടെ വയറൊക്കെ നോക്കാം. അവർ മെഷർ ചെയ്ത് നോക്കുമ്പോൾ വയറ് വളരെ ചെറുതാണ്, ഇത് ഡേറ്റ് എത്തിയിട്ടില്ലെന്ന് അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് അതിന് ഇരട്ടി പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വന്ന് യൂറിൻ പോകാനുള്ള ട്യൂബൊക്കെ ഇട്ടിട്ട് പറഞ്ഞു നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം,
കാരണം എൻ്റെ സ്റ്റിച്ചൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ സ്റ്റിച്ചിൻ്റെ കളറൊക്കെ റെഡായിട്ട് ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരുന്നു. സ്റ്റിച്ചിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. കാരണം ഭയങ്കരമായിട്ട് റെഡായിട്ട് നമുക്ക് തന്നെ ഇതാക്കാൻ പറ്റാത്ത രീതിയിലായി. അവിടെയൊക്കെ തൊടുമ്പോൾ ഭയങ്കര ചൂട്, ആകെ അസ്വസ്ഥയായി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടി, സ്റ്റിച്ചെങ്ങാനും പൊട്ടിപ്പോകും. അങ്ങനെയൊന്നും പൊട്ടില്ല, എന്നാലും അങ്ങനെയാണ് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സ്റ്റിച്ചൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ട് തന്നെ നമുക്ക് ഇനി അധികം ടൈം എടുക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു, അനസ്തീഷ്യൊക്കെ തന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് മരയിൽ പോകുന്നു കേട്ടോ. എനിക്കങ്ങനെ ഫുൾ ബോധം പോയ ഒരു അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. ചിലരൊക്കെ പറഞ്ഞേക്കണം പകുതി മയക്കായിരുന്നു. എനിക്കങ്ങനെ ഇവിടെ നിന്ന് താഴെ, നമുക്ക് വയറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് മാത്രമാണ് നമുക്ക് അനക്കാൻ പറ്റാതിരിക്കുള്ളൂ. മുകളിലേക്ക് നമുക്ക് നന്നായിട്ട് അറിയാം. ആദ്യത്തെ ഡെലിവറിക്കൊക്കെ ഞാൻ മുകളിലെ ലൈറ്റിൽ നോക്കി എൻ്റെ ഡെലിവറി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാട്ടോ. രണ്ടാമത്തേന് എനിക്ക് അതേ ഫീൽ തന്നെയായിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞു, കൊച്ചിൻ്റെ ശബ്ദമൊന്നും കേൾക്കണില്ല. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇതെന്താണ് കൊച്ചിൻ്റെ ശബ്ദം കേൾക്കാത്തത്, കൊച്ചാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഡെലിവറിക്ക് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് എല്ലാ കാര്യം അവർ പറഞ്ഞല്ലോ, ഇതെന്താ ഇപ്പം അങ്ങനെ ഇവർ പറയാത്തതെന്നൊക്കെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവരൊന്നും പറയണില്ല. അപ്പം എനിക്ക് ആകെ ടെൻഷനായി, ഇതെന്താ കൊച്ചിന് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇവർ പറയാത്തത് എന്നുള്ളൊരു ടെൻഷനായി. അപ്പം ഞാൻ എൻ്റെ ടെൻഷൻ കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കൊച്ച് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, കൊച്ച് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൊച്ചിനൊരു കുഴപ്പമൊന്നുമില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും എൻ്റെ സ്റ്റിച്ചൊന്നും ഇട്ട് കഴിയുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കണം ഫസ്റ്റത്തെ ഡെലിവറിക്ക് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു, ഇതെന്താണ് എൻ്റെ ഇതൊന്നും കഴിയാത്ത. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ആകെ ഒരു വെപ്രാളം ഉണ്ടായിരുന്നു. ഒരു ഡോക്ടറിൻ്റെ സ്ഥാനത്ത് വേറെ 2-3 ഡോക്ടർമാർ വന്ന്, ജൂനിയർ ഡോക്ടർമാർ ഓടി വരുന്നു. അപ്പം എന്തോ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ആകെ ഒരു വെപ്രാളം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവർ ചോദിക്കുന്നുണ്ട് ഇത്ര വേദന എങ്ങനെയാണ് കടിച്ച് പിടിച്ച് നിന്നേന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കണില്ല കേട്ടോ അവർക്ക്, ഞാൻ വേറെ ഒന്നും പറയണമെന്ന്. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറയാട്ടോ, നമുക്ക് എന്തായാലും പ്രസവം നിർത്തണം, അപ്പോൾ എന്തായാലും വീട്ടുകാരെ വിളിക്കണം, ഹസ്ബൻഡ് പുറത്തുണ്ടോ അതോ വീട്ടുകാരാണോ പുറത്തുള്ളത്, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പ്രസവം നിർത്തുന്നതുകൊണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നമില്ല പ്രസവം നിർത്തുന്നതുകൊണ്ട്, വീട്ടുകാർ പുറത്തുണ്ട്, അവരോട് പറഞ്ഞാൽ മതി. എന്താണ് പെട്ടെന്ന് അങ്ങനെ പറയാൻ കാരണം ഞാൻ ഇവിടെ വന്ന ടൈമിൽ അവർ പറഞ്ഞത് ഇപ്പോൾ പ്രസവം നിർത്തി തരില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ, ഇത്ര ഏജിൽ നിർത്തി തരില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ പുറത്തെടുക്കാൻ പോലും ബുദ്ധിമുട്ടായ രീതിയിൽ ആകെ യൂട്രസ് പൊട്ടിപ്പിടിച്ചിരിക്കുകയാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഒരു കുഞ്ഞും കൂടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കളയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ 2 പിള്ളേരായല്ലോ. അപ്പോൾ ഡോക്ടർ പറയും ചെയ്തു ഒരെണ്ണം ഇപ്പോൾ ഉണ്ടായത് പെൺകുട്ടിയാണ്, ആദ്യത്തെ ആൺകുട്ടിയല്ലേ, അപ്പോൾ ഇത് നിർത്തിക്കളയാം എന്നുള്ള രീതിയിൽ പറയുന്നു. അങ്ങനെ നേരെ പപ്പേനെ വിളിച്ചു, പപ്പ ഓക്കെ പറഞ്ഞു, പപ്പ ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു ഹസ്ബൻഡ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, എനിക്കറിയില്ലായിരുന്നു എൻ്റെ കാലിൻ്റെ മറിയത്തൊക്കെ പതുക്കെ വിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. കാലൊക്കെ ഇങ്ങനെ പതുക്കെ അനക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അനസ്തീഷ്യ ഡോക്ടർ പറഞ്ഞു അനസ്തീഷ്യയുടെ എഫക്റ്റ് ഏകദേശം ഇറങ്ങിയെന്നാണ് തോന്നുന്നത്, കാരണം ആ കുഞ്ഞിൻ്റെ കാൽ പതുക്കെ അനങ്ങി തുടങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ പറയുന്നതെല്ലാം കേൾക്കാം. അപ്പോൾ എനിക്ക് ആകെ പേടിയായി. ഇപ്പം ഈ എൻ്റെ വയറ്റിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഡ്രെയിൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡ്രെയിൻ ഇടാൻ വേണ്ടി അവർ തുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രെയിൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടുന്നതിൻ്റെ പെയിൻ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര പെയിൻ, ഞാൻ ഒച്ച വെക്കാൻ തുടങ്ങി. അപ്പോൾ അവരോട് ഇപ്പോൾ കഴിയും പേടിക്കേണ്ട, ഇപ്പോൾ കഴിയും എന്നൊക്കെ പറഞ്ഞു. ക്ലാസ് സ്റ്റിച്ചിടലും കഴിഞ്ഞു, ഡ്രെയിൻ ഇടലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ ഈ പറഞ്ഞ വേദന മൊത്തം സഹിച്ചു. അപ്പോഴും കൊച്ചിനെ കാണിച്ചിട്ടില്ല, കൊച്ചിനെ എന്താണെന്നൊന്നും പറയണില്ല. അവരാകെ പറയുന്നത് നിയോട്ടോളജിസ്റ്റ് നോക്കി കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്കിൽ പറയും കൊച്ചിന് വെയിറ്റ് കുറവുണ്ട്, കൊച്ചാകെ മെലിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല, ചിലപ്പോൾ NICU ഇടേണ്ട വരും, ഇത്ര മാത്രമേ എന്നോട് പറയുള്ളൂ. ഞാൻ ആ പെയിൻ മുഴുവനും സഹിച്ചത് കൊച്ചിനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒറ്റതില്ല. അതായത് നമുക്കറിയാം നമ്മുടെ കൈ ഇച്ചിരി മുറിയുമ്പോഴേ നമുക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക ഡ്രെയിനൊക്കെ വയറിൽ കുത്തി ഇറക്കുന്ന ടൈമിൽ നമ്മൾ ആ പെയിനൊക്കെ അറിയാമെന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വീണ്ടും നമുക്ക് അനസ്തീഷ്യ ഒന്നും തരാനൊന്നും പറ്റില്ല, നമ്മുടെ ശരീരത്തിൽ ഇത്ര അളവിൽ ഇതൊക്കെ പറ്റുള്ളൂ എന്നുണ്ട്. അറ്റ് ലാസ്റ്റ് എന്നെ എന്താ പറയുക ICUലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ICUവിൽ ചെന്നിട്ടും കുഞ്ഞിനെ ഒന്നും എനിക്ക് കാണിച്ചു തരുന്നില്ല, കുഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരില്ല. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് സിസ്റ്ററിനോട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടർ വന്നിട്ട് പറയും, അല്ലെങ്കിൽ ആരെങ്കിലും പാരൻസ് ആരെങ്കിലും കാണാൻ വരുമ്പോൾ തന്നെ കാണാൻ വരുമ്പോൾ അവർ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരാളെ കാണാൻ കയറ്റി വിട്ടു. പപ്പ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കുഞ്ഞ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായിട്ടോ. പിന്നെ പപ്പ പോവുകയും ചെയ്തു. എന്നിട്ട് കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുവരുന്നൊന്നുമില്ല. അപ്പം എനിക്ക് വിചാരം പപ്പ എന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞതാണ്, എന്തോ വലിയത് സംഭവിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചു. എനിക്ക് ആകെ വിഷമമായി. കാരണം ഇനി ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അതാണ് എൻ്റെ മൈൻഡിൽ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതല്ല ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ആൾക്കാർ എന്ത് പറയും, മറ്റുള്ളവർ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ എന്തൊക്കെ സഹിക്കേണ്ടി വരും, അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. എന്തിനാ ദൈവം നീ എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് എന്നൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഞാൻ അവിടെ കിടന്ന് കുറേ മാനസികമായിട്ട് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്ന ടൈമിലാട്ടോ ഡോക്ടർ എന്നെ കാണാൻ വന്നത്. ജൂനിയർ ഡോക്ടറായിരുന്നു, എൻ്റെ സിസേറിയൻ നോക്കിയ ഡോക്ടറാണ്. വന്നപ്പോൾ എന്നോട് പറഞ്ഞു മോളെ കാണണം എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഓടി വന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ പ്രസവം നിർത്താൻ കാരണം ഇനി ഒരു കുഞ്ഞ് ഉണ്ടാവാൻ ആ യൂട്രസിന് ബലമില്ലാത്തതുകൊണ്ടും
പിന്നെ അത് മൊത്തം ഒട്ടിപ്പിടിച്ച്, ഞങ്ങൾ പറഞ്ഞ പോലെ ഒട്ടിപ്പിടിച്ച് ആകെ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നു. കുഞ്ഞിനെ പുറത്തെടുക്കാൻ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. അതാണ് ഇത്ര സമയം നീണ്ടുപോയ ഒരു സിസേറിയനായി തീർന്നത്. ഇത് കുഞ്ഞിനെ പുറത്തെടുക്കാൻ തന്നെ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ച് കുഞ്ഞിനെ ജീവനോടെ കിട്ടില്ല എന്നാണ്. പക്ഷെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുഞ്ഞിനെ ജീവനോടെ പുറത്തെടുക്കാൻ പറ്റി. അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് രണ്ടുപേരെയും ജീവനോടെ എത്തിക്കാൻ പറ്റിയതല്ല, വലിയ കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ആദ്യത്തെ കുഞ്ഞുണ്ടായി, രണ്ടാമത്തെ കുഞ്ഞുണ്ടാവാൻ ഒരു ചാൻസും ഇല്ലാത്ത സിറ്റുവേഷനിൽ നിനക്കൊരു കുഞ്ഞുണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നിനക്ക് അത്ഭുതത്തോടെ തന്നതും ദൈവം തന്നെയാണ്, നിന്റെ കയ്യിലേക്ക് വെച്ച് തന്നത്. വിഷമിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ദൈവം വന്നിട്ട് എന്നോട് ആശ്വസിപ്പിച്ച് തിരിച്ചു പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ഞാൻ കരഞ്ഞിരിക്കുന്ന ടൈമിലാണ് എൻ്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ആൾ വന്ന് പറഞ്ഞിട്ട് ഇത് പോണത്. എനിക്ക് ആ സമയത്ത് ഞാൻ അതുവരെ ഞാൻ കരഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞതിനൊക്കെ ആ ടൈമിൽ ഞാൻ സോറി ചോദിക്കുകയാണ്. കാരണം ഇത്ര അത്ഭുതമായിട്ട് എനിക്ക് തന്നു. എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് ഡോക്ടർമാർ വരെ പറയുന്നത്. അവിടെ നിന്ന് ഇത്ര അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപ മാത്രമാണ് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഈ ലോകത്ത് ഒരുപാട് പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്. ആ വിഷമം ഞാൻ പലരുടെയും നേരിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തന്നു, ജീവനോടെ തന്നു, ഒരു കുഴപ്പമില്ലാണ്ട് തന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 8-8:30 കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എനിക്ക് കാണിച്ചു തന്നു. അമ്മ വന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. എനിക്ക് അമ്മ സഹായിച്ചൊക്കെ തന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അയ്യോ എൻ്റെ അപ്പോൾ തല ഫ്രണ്ടിലൊന്നും മുടിയില്ലെങ്കിലും ബാക്കിലും മുടിയുണ്ട്, ചുരുചുരാന്ന് മുടിയുള്ള ഒരു എന്താ പറയുക, ഒരു മാലാഖ കുഞ്ഞ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ. കാല് നോക്കിയപ്പോൾ കാലിൻ്റെ അടി ഇച്ചിരി നീല കളറായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ അമ്മോട് ചോദിച്ചിട്ട് എന്താ പറ്റിയത്? അപ്പം അമ്മ പറഞ്ഞു അവളെ കയ്യിൽ കിട്ടിയ ടൈം തൊട്ട് അവരിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. കുഞ്ഞിന് ഷുഗറിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് താണു പോയി. അങ്ങനെ താണു പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെ കുത്തി. ഇനി മുലപ്പാലൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഷുഗർ ലെവൽ കൂടി വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് തന്നത്. അല്ലെങ്കിൽ NICU ഇടേണ്ട വരും, വെയിറ്റ് കുറഞ്ഞ് പോകരുത്. 2.2 കിലോ കുഞ്ഞുണ്ടായിരുന്നുള്ളൂ. ഒട്ടും വെയിറ്റ് ഇനി കുറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫീഡ് ചെയ്തു, കൊടുത്തു വിട്ടു. 2 മണിക്കൂർ കഴിയുമ്പോൾ കൊണ്ടുവരും. ആ ടൈമിലൊന്നും ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല. അതായത് ഞാൻ 3-ാം തീയതി രാവിലെ കഴിച്ച ഫുഡാണ്, ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, വൈകിട്ട് കഴിച്ചിട്ടില്ല. 4-ാം തീയതി ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോരായിരുന്നു. ഒരു ചായയിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സാധാരണ വെള്ളം തരാറുണ്ട്. എനിക്ക് വെള്ളമൊന്നും കിട്ടിയില്ല, ചായ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ബണ്ണൊക്കെ തരാറുണ്ട്, അതുപോലും കിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എനിക്ക് വെള്ളം തരാത്തത്, എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഡ്രെയിൻ ഇട്ടുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും തരാൻ പറ്റില്ല. ഡോക്ടർ വന്നിട്ട് ഇതിൻ്റെ ഫ്ലൂയിഡും ബ്ലഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോയിട്ടുണ്ടോ, എല്ലാം ഓക്കെ അല്ലേ എന്ന് നോക്കിയിട്ടാണ് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ 5-ാം തീയതി ഒരു ഉച്ചയ്ക്കായപ്പോൾ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല. എൻ്റെ കഴിഞ്ഞ് വന്ന പിള്ളേരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ആകെ ഒരു വിഷമം. അപ്പോൾ അവർ പറഞ്ഞു നീ എന്തിനാ വിഷമിക്കുന്നത്, അവരുടെ കുഞ്ഞുങ്ങളൊക്കെ NICU കിടക്കാണ്, നിൻ്റെ കുഞ്ഞിന് ഇത്ര വെയിറ്റ് ഇല്ലാഞ്ഞിട്ട് കൂടി ഒരു കുഴപ്പമില്ലാണ്ട് നിൻ്റെ അടുത്ത് വന്ന് പാല് കുടിച്ച് എപ്പോഴും പോണില്ലേ, പിന്നെ നിൻ്റെ ഇച്ചിരി വിശപ്പിൻ്റെ കാര്യമല്ലേ, അതൊക്കെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡ്രെയിൻ ഇപ്പോൾ ഊരാൻ പറ്റില്ല, ഡ്രെയിൻ നോക്കിയിട്ടേ ഊരാൻ പറ്റുള്ളൂ, ഫുഡ് കഴിച്ച് തുടങ്ങിക്കോളം പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിച്ചു. അവരെപ്പോഴും വന്ന് നോക്കൂട്ടോ, ഡോക്ടർമാരൊക്കെ എപ്പോഴും വന്ന് നോക്കി പോയിരുന്നു. അങ്ങനെ എന്താ റൂമിലേക്ക് മാറ്റി. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. റൂമിലാണെങ്കിൽ പപ്പ പോയിട്ടില്ല, തിരിച്ച് മമ്മിയുടെ അമ്മ, പിന്നെ മോച്ചു, ഇത്രയും പേരുണ്ട്. ഞാനുണ്ട്, കുഞ്ഞാവുണ്ട്. ആകെ ഒരു എന്താ പറയുക, മോച്ചു ഉറക്കാൻ സമ്മതിക്കില്ല, കുഞ്ഞിത് ഉറക്കാൻ സമ്മതിക്കില്ല. ആകെ ഒരു ബഹളമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു എങ്കിൽ ശരി നിങ്ങൾ തിരിച്ചു പൊക്കോ, പപ്പേനോടും അമ്മയുടെ അമ്മേനോടും മോച്ചുവിനെയും കൊണ്ട് പൊക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ആ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 2000 രൂപ കെട്ടിവെച്ചിട്ടാട്ടോ എൻ്റെ സിസേറിയൻ അവരെടുത്തത്. സാധാരണ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ഓപ്പറേഷന് വേണ്ടി കെട്ടിവെക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20,000 30,000 ഒക്കെ നേരത്തെ കുട്ടി അവർ കെട്ടിവെപ്പിക്കും. പോട്ടെ ഒരു 10,000 എങ്കിലും കെട്ടിവെപ്പിക്കും. അങ്ങനെയാണ് സാധാരണ. എനിക്ക് ആദ്യത്തെ അനുഭവങ്ങൾ അങ്ങനെ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ എമർജൻസി സിസേറിയനായിരുന്നു. നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി അവർ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പപ്പയ്ക്ക് ആകെ കൊടുത്ത ബില്ല് 2000-ൻ്റെ ബില്ലാണ്. പപ്പയായിട്ട് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പൈസയും കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇത് ഇങ്ങനെ ബില്ലിൻ്റെ കൂടെ കൂട്ടിക്കോ, കാരണം നമുക്ക് പൈസയും കൊണ്ട് നടക്കാൻ പറ്റില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിച്ചാണ് പപ്പ പൈസ അടുപ്പിച്ചത്. പിന്നെ ഇടയ്ക്ക് ബില്ലുകൾ കൊണ്ടൊന്നും നമ്മളെ വിഷമിപ്പിക്കലില്ല, നമ്മളോട് പോയി ഈ മരുന്ന് വാങ്ങിക്കാൻ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കലില്ല, എല്ലാവരും നമുക്ക് കൊണ്ടുവന്ന് തരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആൾക്കാരുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ബ്ലഡിൻ്റെ ഒരു ആവശ്യം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് HB ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കൂടണം, ഇതിൻ്റെ ലെവൽ കൂടിയില്ലെങ്കിൽ നമുക്ക് ആളെ വെച്ച് ബ്ലഡ് കയറ്റിക്കേണ്ടി വരുന്നു പറഞ്ഞു. അങ്ങനെ 2 പേരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല, പെട്ടെന്ന് തന്നെ ശരീരത്തിൽ ബ്ലഡിൻ്റെ ഇത് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് ആദ്യത്തെ സിസേറിയനെ വെച്ച് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ട് എനിക്ക് ഉണ്ടായില്ല. പെയിൻ ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ 5 മണി പോലെ എഴുന്നേറ്റ് നടക്കായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് മേലൊക്കെ ഒന്ന് തുടപ്പിക്കാനും
നമുക്ക് പല്ലൊക്കെ തെപ്പിക്കാൻ വേണ്ടി അവർ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യാറ്. എനിക്ക് ആദ്യത്തിലൊക്കെ അങ്ങനെയായിരുന്നു. രണ്ടാമത്തേലും ഞാൻ തന്നെ കൈകുത്തി എഴുന്നേറ്റ് ഞാൻ തന്നെ പല്ലൊക്കെ തേച്ച് എൻ്റെ മേലൊക്കെ ഇതാക്കി ഡ്രസ്സൊക്കെ മാറി ഞാൻ തന്നെ എഴുന്നേറ്റ് നിന്നു. എനിക്ക് വയറ്റിൽ ഡ്രെയിൻ ഉണ്ടായിട്ട് പോലും എനിക്ക് ഒരു പെയിനോ ഒരു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഡ്രെയിൻ ഒന്ന് തട്ടുമ്പോൾ എനിക്ക് ഒന്ന് ഒരു പെയിൻ പോലെ തോന്നാറുണ്ടെന്നല്ലാണ്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ 6-ാം തീയതി ഇവർ പോയതിന് ശേഷം ഡ്രെയിൻ അഴിക്കുക എന്ന് പറയാണ്. ഡ്രെയിൻ അഴിക്കുക എനിക്ക് എൻ്റെ വിചാരം മരയിപ്പിച്ചിട്ടൊക്കെ അഴിച്ചെടുക്കുമെന്നാണ്, എനിക്കറിയില്ലല്ലോ. ഇവർ നേരെ വന്ന് ഈ ഡ്രെയിൻ ഇങ്ങനെ വലിച്ചൂരി എടുത്തു, ഇങ്ങനെ കുലുക്കി വലിച്ചൂരി എടുത്തു. ഞാൻ എൻ്റെ പൊന്നെ ഈ സംഭവം ഇട്ട ടൈമിൽ അനുഭവിച്ച വേദന തന്നെ വീണ്ടും അനുഭവിക്കുക, ഇതായിരുന്നു അവസ്ഥ. ഏറ്റവും ലാസ്റ്റ് ഞാൻ വിചാരിച്ച സ്റ്റിച്ച് ഇടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ അവർ പറഞ്ഞു ഇത് തന്നെ വന്ന് കൂടി അടഞ്ഞു പോയിക്കോളും, അതിലേക്ക് നോക്കാൻ നിൽക്കണ്ട, നോക്കുമ്പോൾ നമുക്ക് പേടിയാവും പറഞ്ഞു. പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഒരു കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ അപ്പം പൊക്കി നോക്കും ഇതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ 4 ദിവസം എന്നായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന്. എനിക്ക് ആ ടൈം 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് രണ്ട് കയ്യിൽ മാറി ഇഞ്ചക്ഷൻ എടുത്ത് തുടങ്ങിയിരുന്നു. ബ്ലഡ് കട്ട പിടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതില്ലാതിരിക്കാൻ 10 ദിവസം കണ്ടിന്യൂസ്ലി ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 4-ാം ദിവസം ഡിസ്ചാർജ് പറഞ്ഞു. പക്ഷേ കൊച്ചിനൊരു മഞ്ഞപ്പ് കണ്ടപ്പോൾ അവർ അവിടെ തന്നെ ഇട്ടു. പിന്നെ അതിനൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ തന്നെയാണ് കുഞ്ഞ് കിടക്കുന്നത്. റൂമിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടാണ് നമുക്ക് എപ്പോഴും കുഞ്ഞിനെ കാണാം, ഫീഡ് ചെയ്യാം, അവിടെ തന്നെ കൊണ്ടുപോയി കിടത്താം. അങ്ങനെയായിരുന്നു കേട്ടോ ചൂടിലിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ 5-ാം ദിവസം നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് തന്നു. ആ പോർന്ന സമയത്ത് കുറച്ച് വഴി മോശമായിരുന്നു. കട്ടയിലൊക്കെ ചാടിയതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് സ്റ്റിച്ചിന് പെയിനില്ല, ഒരു പെയിൻ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നപ്പോൾ എനിക്ക് നടുവേദന ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ആ കുത്തി കുലുങ്ങി പോകുന്നതിൻ്റെതായ ഇച്ചിരി ബുദ്ധിമുട്ടിൻ്റെ നടുവേദനയായിരുന്നു. ഞാൻ സുഖമായിട്ട് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ പിടിക്കുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ തന്നെ കുളിച്ചു തുടങ്ങി. അതായത് എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറിക്ക് ഞാൻ തന്നെയാട്ടോ കുളിച്ചത്. ഞാൻ അമ്മേനെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. 2ാമത്തെ ഡെലിവറിക്ക് ഞാൻ നേരത്തെ, അതായത് എൻ്റെ സിസേറിയൻ കഴിഞ്ഞു വീട്ടിൽ പപ്പയും അമ്മച്ചിയൊക്കെ വീട്ടിലേക്ക് പോകുന്നു. അതായത് എൻ്റെ 4-ാം തീയതി സിസേറിയൻ കഴിഞ്ഞെങ്കിൽ 6-ാം തീയതി ഞാൻ തന്നെയാണ്. 6-ാം തീയതി തൊട്ട് എന്നോട് കുളിക്കാൻ പറഞ്ഞു. അന്ന് തൊട്ട് ഞാൻ തന്നെ കുളിച്ചു തുടങ്ങി. കാരണം കുഞ്ഞിൻ്റെ അടുത്ത് ഒരാൾ വേണം. ഞാൻ തന്നെ കസേരയൊക്കെ ഇട്ടിരുന്ന് ഞാൻ തന്നെ മേത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ തന്നെ കുളിച്ചു തുടങ്ങി. എല്ലാവരും വഴിക്കുറയായിരുന്നു. പക്ഷെ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ ചെയ്യും. നമുക്ക് വയ്യാന്ന് തോന്നിയാൽ വയ്യ, നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. എനിക്കിപ്പോഴും ഒരു ബുദ്ധിമുട്ടും ഇല്ല, നടുവേദന കാര്യങ്ങളൊന്നുമില്ല. ഒരു പച്ചമരുന്ന് പോലും കഴിച്ചിട്ടില്ല, ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്കത് മാത്രമല്ല, എനിക്ക് മരുന്നുകളൊന്നും ശരീരത്തിൽ എടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം 2ാമത്തെ ഡെലിവറി ഇങ്ങനെയൊക്കെ ആയി. എനിക്ക് ബ്ലഡ് കട്ട പിടിക്കലൊന്നും ഉണ്ടായിരുന്നില്ല, ബ്ലഡ് പെട്ടെന്ന് ക്ലോട്ട് ആവാം, മരുന്നുകളൊന്നും ശരീരത്തിൽ നിൽക്കാത്തൊരവസ്ഥയ്ക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ മരുന്നുകളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിന് അത് അലർജി ആവുമോ, എനിക്ക് എൻ്റെ ശരീരത്തിന് അത് പിടിക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തേനും ചെയ്തിട്ടില്ല, 2ാമത്തേനും ചെയ്തിട്ടില്ല. വയറൊന്നും കെട്ടിയിട്ടില്ല, വയറ് പോകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ചോദിക്കും വയറ് കെട്ടിയിട്ടുണ്ടോ, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ വയറൊന്നുമില്ല, ഒരു സംഭവം ഇല്ല. അതൊക്കെ തന്നെ പോയി. ഞാൻ അങ്ങനെ വിചാരിക്കണം, എല്ലാം തന്നെ വന്നു തന്നെ പോയി. അങ്ങനെ കേട്ടോ. ഇപ്പം 1 വർഷമായി. ഒരു 2 കിലോ മാത്രമുള്ള ആ ഒരു സാധനത്തിന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ രാവും പകലില്ലാണ്ടിരുന്ന് ഉറക്കം വിളിച്ചിരുന്ന് പേടിയായിരുന്നു, ഉറങ്ങിങ്ങാനും പോവോ. കാരണം ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ കാരണം നമുക്ക് ആരെയും ഹെൽപ്പിന് വിളിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ അവർക്ക് പാൽ കൊടുക്കണം. കുപ്പിപ്പാലൊക്കെ ആയിരുന്നപ്പോൾ ആദ്യത്തെ ഡെലിവറിക്ക് 3 കുപ്പിപ്പാലായിരുന്നു. അവൻ അത് അങ്ങനെ കുടിച്ചോളും. അവന് പാല് വലിച്ചു കുടിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഇവൾക്ക് പാല് കുപ്പിയിൽ കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അവൾ മുലപ്പാൽ നന്നായിട്ട് കുടിക്കുമായിരുന്നു. അതിൻ്റെതായി പെട്ടെന്നായിരുന്നു അവൾ വെയിറ്റ് വെച്ച് വന്നത്. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഓവർ വെയിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു അവൾ ഇനിയും വെയിറ്റ് വെച്ചെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, വേറെ ഒന്നല്ലല്ലോ, മുലപ്പാൽ മാത്രം കുടിച്ചല്ലേ നിൽക്കണം, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും പാലുകൂടി നിർത്തിയിട്ടില്ല. ഇപ്പോഴും പുള്ളിക്കാരത്തിക്ക് എന്ത് കഴിച്ചാലും പാല് വേണം കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഉണങ്ങി വരുന്നത്. പുള്ളിക്കാരത്തി കുഴപ്പമില്ല, വെയിറ്റൊക്കെ നോർമലാണ്. അങ്ങനെ ആളുടെ ബർത്ത്ഡേ ആണ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഇതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് ഇത് വലിയ പ്രശ്നമൊന്നും ആയിരിക്കില്ല, പക്ഷെ എനിക്കിത് അത്ര അനുഭവിച്ചവർക്കല്ല അതിൻ്റെ ആ ഒരു ഫീൽ അറിയുള്ളൂ. അങ്ങനെ അനുഭവിച്ചൊരു സ്റ്റോറി ആട്ടോ. അപ്പം എല്ലാവർക്കും അടുത്തൊരു ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവർക്കും ബൈ.